സാമുവൽ ഗർജിച്ചു. ഞാനും നീയും ഇട്ടിട്ടുള്ളത് കാക്കിക്കുപ്പായമാണ്. ഡിവൈഎസ്പി ആയിട്ടും എനിക്കിപ്പോൾ സ്വന്തമായ 6 അടി മണ്ണ് പോലുമില്ല. സർക്കിൾ ഇൻസ്പെക്ടറായ നിനക്ക് സ്വർഗം പോലൊരു വീട്. ഇത്രയും കാലം നീ ഈ കാക്കി വിറ്റ് ജീവിച്ചു. ഇനി അത് പറ്റില്ല. പറയേ, എവിടെയുണ്ട് ആ ഡയറി? വിൽസൺ ശബ്ദിച്ചില്ല. പെട്ടെന്ന് പുറത്തൊരു നിഴൽ അനങ്ങി. ഒറ്റ കുതിക്ക് ജോൺ സാമുവൽ റിവോൾവർ കയ്യിലെടുത്തു. ഡോണ്ട് മൂവ് ബാസ്റ്റഡ്, ഐ വിൽ ഷൂട്ട് യു. നിഴൽ നിന്നു. സാമുവൽ അങ്ങോട്ട് കുതിച്ചു. നിഴലിനടുത്തെത്തി അയാളെ പിടിച്ച അഭിമുഖമായി തിരിച്ചു. ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ആംബുലൻസ് ഡ്രൈവർ പുരുഷനായിരുന്നു അത്. പുരുഷന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചുകൊണ്ട് ജോൺ സാമുവൽ ഉറക്കെ ആക്രോശിച്ചു. പട്ടിക്കഴിവരുടെ മോനെ, നിന്നെ തേടി നടന്ന് ഷൂസ് പോലും തേഞ്ഞു പോയല്ലോടാ. ഹോസ്പിറ്റലിൽ നിന്ന് മുങ്ങിയ നീ എവിടെയെങ്കിലും പൊങ്ങാതിരിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് ഇവിടെ തന്നെ ആയത് നന്നായി. സാമുവൽ ഷർട്ടിൽ കൂട്ടിപ്പിടിച്ച് അയാളെ മുന്നോട്ട് തള്ളി. പുരുഷൻ മണലിലേക്ക് മൂക്കുകുത്തി. അയാളെ പൊക്കിയെടുത്ത് വാതിലിന് നേരെ എറിഞ്ഞു. സാമുവൽ വീണ്ടും ഗർജിച്ചു. പറയ്, രാഘവന്റെ ഭാര്യയും കുഞ്ഞും ഇപ്പോൾ എവിടെയുണ്ട്? അപ്പോഴും പുരുഷൻ വായി തുറന്നില്ല. ദേഷ്യം കൊണ്ട് സാമുവൽ അടിമുടി വിറച്ചു. ഈ മൗനം എനിക്ക് ഉറപ്പു തരുന്നത് മറ്റൊന്നുമല്ല. നിനക്കെല്ലാം അറിയാം. പറയാൻ നീ തയ്യാറുമല്ല. പറയിപ്പിക്കാൻ ഈ പീറ ഡിവൈഎസ്പിക്ക് അറിയില്ലെന്നും നീ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് നീ ഒരക്ഷരം പോലും മിണ്ടാത്തത്. അല്ലേടാ കഴിവരുടെ മോനെ. സാമുവലിന്റെ മുട്ടുകാൽ മുന്നോട്ടാഞ്ഞു. ഒരലർച്ചയോടെ പുരുഷൻ മണ്ണിൽ കമിഴ്ന്നു വീണ് പിടച്ചു. പറയടാ, എവിടെയുണ്ട് ആ പെണ്ണും കുഞ്ഞും? പെട്ടെന്ന് പിൻകഴുത്തിൽ തണുപ്പുള്ള ഒരു സ്പർശം വന്നോട്ടി. ജോൺ സാമുവൽ ഞെട്ടലോടെ തിരിഞ്ഞു. ഒട്ടേറെ ഗണ്ണുകൾക്ക് നടുവിലാണ് താനെന്ന് സാമുവൽ അറിഞ്ഞു. ഗണ്ണുകൾക്ക് പിന്നിൽ കറുത്ത മുഖാവരണങ്ങൾക്കുള്ളിൽ ഒട്ടേറെ കണ്ണുകൾ കത്തുന്നുണ്ടായിരുന്നു. സാമുവൽ ഒന്നനങ്ങി. ഗണ്ണിന്റെ കുഴൽ കവിളിൽ അമർന്നു. കൂടെ കനത്തൊരു ശബ്ദം കേട്ടു. നീ ഇത്രയ്ക്കും ഓവർ സ്മാർട്ടാണെന്നറിയാൻ ഞങ്ങൾ വൈകിപ്പോയി. സാമുവൽ ഗർജിച്ചു. ആരാണ് നിങ്ങൾ? കറുത്ത മുഖാവരണത്തിനുള്ളിൽ നിന്നും കനത്ത ചിരി കേട്ടു. സാമുവൽ ഉറക്കെ വിളിച്ചു. വിൽസൺ! ആരും ശബ്ദിച്ചില്ല. വിൽസൺ പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും ശ്രദ്ധിച്ചില്ല. ആരും വരില്ല സാമുവൽ. യുദ്ധക്കളത്തിൽ ഇപ്പോൾ നിങ്ങൾ തനിച്ചാണ്. ആയുധം നഷ്ടപ്പെട്ട ഒരു പോരാളി. ജോൺ സാമുവൽ ഒരു നിമിഷം നിശബ്ദനായി. ഒരിക്കലും രക്ഷപ്പെടാനാവില്ലെന്ന് അയാൾക്കുറപ്പായി. വിൽസണും ഈ സംഘത്തോടൊപ്പം കളിക്കുകയാണല്ലോ. പുരുഷനെ തല്ലിച്ചതച്ചാലും വെട്ടിയരിഞ്ഞാലും നിങ്ങൾക്ക് അവനിൽ നിന്ന് ഒന്നും കിട്ടില്ല സാമുവൽ. അവൻ അറിയാവുന്നതെല്ലാം ഒരു ഗ്ലാസ് ഭരണിക്കുള്ളിൽ ഇപ്പോഴും ഭദ്രമായി ഉണ്ട്. പുരുഷന്റെ നാവിൻതുമ്പ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. സാമുവൽ വിറച്ചുപോയി. അയാൾ ശബ്ദം നഷ്ടപ്പെട്ട് പകച്ചു നിന്നു. 67 കേസുകളല്ലേ ഇതുവരെ മാൻ മിസ്സിംഗ് എന്ന പേരിൽ റിപ്പോർട്ടഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? 68ാമത്തെ കേസ് നാളെ രാവിലെ പോലീസിന് കിട്ടും. ഡിവൈഎസ്പി ജോൺ സാമുവൽ ഈസ് മിസ്സിംഗ്. ബോഡിയില്ല, എവിടെയാണെന്ന് അറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. 2 കൈകൾ പൊടുന്നനെ സാമുവലിനെ പൊക്കിയെടുത്തു. അയാൾ ഒന്ന് പിടഞ്ഞതേയുള്ളൂ. ഗണ്ണിന്റെ പാത്തി തലയ്ക്ക് മുകളിൽ ഉയർന്നു താണു. ജോൺ സാമുവൽ ഉറക്കെ നിലവിളിച്ചു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ട്രക്കിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. ജോൺ സാമുവൽ ട്രക്കിന്റെ പിന്നിലേക്ക് തല്ലി അലച്ചു വീണു. ചക്രങ്ങൾ ഉരുണ്ടു. ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം ഇരുട്ടു തുളച്ചു. ഗോഡൌണിന്റെ വാതിൽ കറകറാ ശബ്ദത്തോടെ തുറന്നു. ട്രക്കിന്റെ ചക്രങ്ങൾ മുന്നോട്ടുരുണ്ട് ഗോഡൌണിനുള്ളിലെത്തി നിന്നു. മണി മുഴങ്ങി. വീഞ്ഞപ്പെട്ടുകളും ചാക്കും തെന്നി നീങ്ങി. അതിനിടയിൽ ഒരു വാതിൽ തെളിഞ്ഞു. സെർച്ച് ലൈറ്റിന്റെ വെളിച്ചം ട്രക്കിനെ തൊട്ടൊഴിഞ്ഞു. വാതിലിനുള്ളിലൂടെ കറുത്ത മുഖാവരണമിട്ട 4 പേർ പുറത്തു വന്നു. ട്രക്കിനുള്ളിൽ നിന്ന് ജോൺ സാമുവൽ തറയിലേക്ക് തല്ലി അലച്ചു വീണു. പിടഞ്ഞെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കരുത്തുള്ള കൈകൾ സാമുവലിനെ പൊക്കിയെടുത്തു കഴിഞ്ഞിരുന്നു. സാമുവൽ കുതറി. അവരുടെ കൈകളിൽ നിന്നയാൾ തറയിലേക്ക് ഊർന്നു. അക്രമികൾ സാമുവലിനെ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് വലിച്ചിഴച്ചു. ഗ്ലാസ് ഡോറുകൾ തുറന്നടഞ്ഞു. ചുമന്ന സീറോ ബൾബുകൾ പലവട്ടം മിന്നിത്തെളിഞ്ഞു. സാമുവൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മൂക്കുകുത്തി. മുഖമുയർത്തിയപ്പോൾ ചുറ്റും ഗണ്ണുകൾ ഉണ്ടായിരുന്നു. അയാൾ കിതച്ചു. വിവശനായി ചുറ്റും പരതി. മേശപ്പുറത്തുള്ള വിവിധ തരത്തിലുള്ള കത്തികളും കത്രികകളും കണ്ടപ്പോൾ സാമുവൽ വല്ലാതെ വിറച്ചുപോയി. ചുറ്റും നിരന്നു നിന്നിരുന്ന കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച അജാനുബാഹുക്കളെ ജോൺ സാമുവൽ പകച്ചു നോക്കി. പൊടുന്നനെ ലൗഡ് സ്പീക്കർ ശബ്ദിച്ചു. ഇത് ഒരു പരീക്ഷണശാല.
മനുഷ്യാവയവങ്ങൾ വാങ്ങാൻ കിട്ടുന്ന ലോകത്തിലെ ഏക ഷോറൂം. ഇവിടെ ഡിവൈഎസ്പിയുടെ ഹൃദയം കിട്ടും, ശാസ്ത്രജ്ഞന്റെ തലച്ചോറ് കിട്ടും, ഡോക്ടറുടെ കണ്ണുകൾ കിട്ടും, ബിസിനസ്സുകാരന്റെ കരൾ കിട്ടും, ഏതു ഗ്രൂപ്പിലുള്ള രക്തവും എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇത് എന്റെ സ്വപ്നം, പൂവണിയാനുള്ള ഭ്രാന്തൻ സ്വപ്നം. സഹായിക്കാനുള്ളത് പ്രഗത്ഭരും പ്രശസ്തരും. ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ബ്ലൂ ലയൺ എന്ന പേര് പ്രശസ്തമായൊരു ട്രേഡ് മാർക്കാവും. ബ്ലൂ ലയൺ. മാലിനി കൈക്കുള്ളിലേക്ക് തിരികെ കയറ്റിയ കടലാസ് കഷ്ണത്തെക്കുറിച്ച് ജോൺ സാമുവൽ പൊടുന്നനെ ഓർമ്മിച്ചു. അപ്പോൾ ജോൺ സാമുവൽ അടിമുടി വിറച്ചുപോയി. ദൈവമേ, താൻ അറിഞ്ഞിട്ടുള്ള ഈ ഭീകരമായ രഹസ്യങ്ങൾ ആർക്കെങ്കിലും കൈമാറാൻ കഴിഞ്ഞെങ്കിൽ, മരിക്കുന്നതിന് മുമ്പ് പുറം ലോകത്തുള്ള ആരെയെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ. കമ്പ്യൂട്ടറിൽ നിന്നും ബീപ് ബീപ് ശബ്ദമുയർന്നു. മുറിയിൽ കടുത്ത വെളിച്ചം വന്നു. ഗണ്ണുകളുടെ കുഴൽ തെന്നിമാറി. കുറെ കൈകൾ സാമുവലിനെ പൊക്കിയെടുത്ത് ടേബിളിലേക്ക് ഇട്ടു. മുകളിൽ സ്പോട്ട് ലൈറ്റ് കത്തി. അത് സാവധാനം താഴ്ന്നു വന്നു. ജോൺ സാമുവൽ കണ്ണുകൾ അടച്ചു. പല്ലുകൾക്കിടയിൽ രോഷം ഞെരിഞ്ഞു. മനസ്സും ഹൃദയവും ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടി. ശരീരത്തിന്റെ മുഴുവൻ കരുത്തും കൈകളിൽ എത്തി നിന്നു. പൊരുതണം, പൊരുതി മരിക്കണം, അവസാന ശ്വാസം നിൽക്കുന്നതുവരെ. ആരോ കാലുകൾ അമർത്തിപ്പിടിച്ചു. ചെവിക്കരികെ ചങ്ങല കിലുങ്ങി. ഒരു നിമിഷം ജോൺ സാമുവൽ കുതിച്ചുയർന്നു. ചുരുട്ടിയ കൈത്തലം ഒരു ഇരുമ്പുകൂടമായി തൊട്ടു മുന്നിൽ നിന്നിരുന്ന അക്രമിയുടെ മുഖം ചതച്ചു. ഒരു നിലവിളി ഉയർന്നു. ജോൺ സാമുവൽ വെട്ടിത്തിരിഞ്ഞു. ചുരുട്ടിയ മുട്ടുകാൽ ഒരു ഇടിമിന്നലായി പൊളഞ്ഞു. വീണ്ടും ഒരു നിലവിളി. മേശപ്പുറത്ത് നിന്ന് മിന്നിത്തിളങ്ങുന്ന ഒരു കത്തി സാമുവൽ വലിച്ചെടുത്തു. തൊട്ടടുത്ത് കണ്ട ഒരാളുടെ അടിവയറ്റിലേക്ക് കത്തി പുളഞ്ഞിറങ്ങി. പിന്നെയും നിലവിളി. ഗണ്ണുയർന്നു. ഒരു ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു. സാമുവൽ അയാളുടെ നേരെ പറന്നു. ലക്ഷ്യം തെറ്റി ബുള്ളറ്റ് ഗ്ലാസ് ഡോറിൽ വന്നുകൊണ്ടു. ഡോർ ചിതറിത്തെറിച്ചു. പിന്നെയും ബുള്ളറ്റുകൾ പറന്നു വന്നു. സാമുവൽ തെന്നിമാറി. തുളവീണടർന്ന ഗ്ലാസ് ഡോറിലൂടെ അയാൾ മുന്നോട്ട് കുതിച്ചു. പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെ മുന്നിൽ കണ്ട വഴിയിലൂടെ ഓടി. രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. വെടിയുണ്ട തുളച്ചാലും ജീവന്റെ അവസാനത്തെ തുടുപ്പെങ്കിലും ബാക്കിയുണ്ടാവണം. മനസ്സിലിപ്പോഴുള്ളത് ഒരേ ഒരു പേര്, കാരിരുമ്പിന്റെ കരുത്തുള്ള കൈകൾ, ഏതുറക്കത്തിലും കുറ്റവാളികളെ ഞെട്ടിത്തെറിപ്പിക്കുന്ന മുഖം. ആ മുഖം കാണുന്നതുവരെ മരിക്കരുത്. ഒന്നും പറയാനായില്ലെങ്കിലും ബ്ലൂ ലയൺ എന്നൊരു വാക്കെങ്കിലും നാവിൻ തുമ്പിലൂടെ ഊർന്നു വീഴണം. അത് മതി, അത്ര മതി. ഒരു വൈക്കോൽ തുരുമ്പ് മതി, എല്ലാം കണ്ടെത്തിക്കോളും. അതാണല്ലോ അംബരീഷ്, കാക്കിക്കുള്ളിലെ കരുത്തനായ ഡിവൈഎസ്പി അംബരീഷ്. ജോൺ സാമുവൽ ഇടത്തോട്ട് തിരിഞ്ഞു. മുന്നിൽ നീണ്ട ഇടനാഴി. ഇടനാഴി നീളുന്നത് ജീവിതത്തിലേക്കോ അതോ മരണത്തിലേക്കോ? സാമുവൽ കിതച്ചു. വിയർപ്പ് ചാലുകളായി. അയാൾ ഓടി ഓടി. ഇടനാഴി അവസാനിക്കുന്നത് താഴേക്കുള്ള പടിക്കെട്ടുകളുടെ മുന്നിൽ. സാമുവൽ പടികളിലേക്ക് കാലുകൾ നീട്ടിവെച്ചു. മുന്നിൽ വഴിമറച്ചുകൊണ്ട് ഒരു വാതിൽ. അയാൾ സർവശക്തിയും സംഭരിച്ചുകൊണ്ട് വാതിലിൽ ആഞ്ഞു തള്ളി. വാതിലൊന്ന് കുലുങ്ങിയതല്ലാതെ തുറന്നില്ല. സാമുവൽ വീണ്ടും വീണ്ടും ആഞ്ഞു തള്ളി. പെട്ടെന്ന് പിൻകഴുത്തിൽ ആരോ മെല്ലെ തൊട്ടു. സാമുവൽ ഞെട്ടിത്തിരിഞ്ഞു. മുന്നിൽ കറുത്ത മുഖാവരണത്തുള്ളിൽ കത്തുന്ന രണ്ട് കണ്ണുകൾ. സാമുവൽ തളർന്നുപോയി. ഡിവൈഎസ്പി ജോൺ സാമുവൽ ഇസ് മിസ്സിംഗ്. ജോൺ സാമുവലിനെ കാണാനില്ല. പത്രങ്ങളിൽ ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെയാണ് അച്ചടിച്ചു വന്നത്. ഡിപ്പാർട്ട്മെന്റിൽ എന്നും വേറിട്ട് കേട്ടിരുന്ന ആ ശബ്ദത്തിന് ഏറെ ആരാധകരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാർത്ത കാട്ടുതീയായി. ഫോൺ തുടരെ ശബ്ദിച്ചു. വയർലെസ് സന്ദേശങ്ങൾ നഗരത്തിന്റെ നാനാഭാഗത്തേക്കും പറന്നു ചെന്നു. ജീവനോടെ കണ്ടെത്താമെന്ന പ്രതീക്ഷ നശിച്ചപ്പോൾ പോലീസ് ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിലായി. പക്ഷേ ബോഡിയും കണ്ടെടുക്കാനായില്ല. ജോൺ സാമുവൽ ഒരു ദുരൂഹതയായി. പോലീസ് കമ്മീഷണർ ജെയിംസ് വാൾട്ടർ തിരക്കിട്ട് ഫയലിലെ പേജുകൾ മറിച്ചു. ഏറ്റവും ഉയർന്ന സർവീസ് റെക്കോർഡായിരുന്നു സാമുവലിന്റേത്. ജെയിംസ് വാൾട്ടർ ഫോണിലേക്ക് നോക്കി. അംബരീഷ് ഇനിയും വിളിച്ചിട്ടില്ല. ആഭ്യന്തരമന്ത്രി ശേഖരപിള്ളയുടെ സന്ദേശം കിട്ടിയതനുസരിച്ച് അംബരീഷ് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണ്. എന്തിനാണ് അയാളെ തേടുന്നതെന്ന് ശേഖരപിള്ള സാർ ഫോണിലൂടെ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വരത്തിൽ പ്രകടമായ പതർച്ചയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു നൊട്ടോറിയസ് ക്രിമിനൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ടോ? ഒരു നഗരം ശുദ്ധീകരിക്കാൻ കരുത്തുണ്ടല്ലോ അംബരീഷിന്. തെളിയാതെ കിടന്നിരുന്ന എത്രയെത്ര കേസുകളാണ് അംബരീഷ് അതിസമർത്ഥമായി തെളിയിച്ചെടുത്തത്. വാൾട്ടർ കസേരയിലേക്ക് ചാഞ്ഞ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു.
പൊടുന്നനെ ഫോൺ ശബ്ദിച്ചു. വാൾട്ടർ മനസ്സിൽ പറഞ്ഞു, അംബരീഷ്. ചുണ്ടിലൂറി വന്ന് ചിരിയോടെ വാൾട്ടർ റിസീവർ എടുത്ത് മെല്ലെ പറഞ്ഞു, കമ്മീഷണർ ഹിയർ. അങ്ങേ തലക്കിൽ നിന്ന് പതറിയ ഒരു സ്വരം കേട്ടു. ഞാൻ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നത്. ഡയറക്ടർ സക്കറിയ മാത്യു. ഞങ്ങളുടെ ചീഫ് ഫിസിഷ്യൻ ജോയി കുര്യക്കോസ്. വാൾട്ടറുടെ ചിരി മാഞ്ഞു. എന്തു പറ്റിയെന്ന് അറിയില്ല മിസ്റ്റർ വാൾട്ടർ. കൺസൾട്ടിംഗ് റൂമിൽ മേശപ്പുറത്ത് തലചായ്ച്ചു കിടക്കുകയായിരുന്നു ജോയി. കുലുക്കി വിളിച്ചപ്പോൾ ഹീസ് നോ മോർ. മിസ്റ്റർ വാൾട്ടർ. എന്തു പറയണമെന്നറിയാതെ വാൾട്ടർ നിശബ്ദനായിപ്പോയി. സക്കറിയ മാത്യുവിന്റെ പതറിയ സ്വരം വീണ്ടും ഫോണിലൂടെ കേട്ടു. ബോഡി അവിടെ തന്നെ ഉണ്ട്. പ്ലീസ് കം മിസ്റ്റർ വാൾട്ടർ. അദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് നിങ്ങൾ ഇനിയും പറഞ്ഞിട്ടില്ല. അതൊരു നോർമൽ ഡെത്ത് ആണോ അതോ സൂയിസൈഡ് ഓർ മർഡർ? അങ്ങേ തലക്കിൽ തെല്ലു നേരത്തേക്ക് നിശബ്ദത വന്നു. ശബ്ദം കഴിയുന്നത്ര താഴ്ത്തി സക്രിയ മാത്യു നിമിഷങ്ങൾക്കു ശേഷം പറഞ്ഞു, അത് ഒരു മർഡർ ആണെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. മിസ്റ്റർ വാൾട്ടർ, പ്ലീസ് കം ഇമ്മീഡിയറ്റ്ലി. റിസീവർ ക്രാഡിലിട്ടിട്ട് വാൾട്ടർ കാറിന് നേരെ നടന്നു. കോളിംഗ് ബെൽ ശബ്ദിച്ചു. തുടരെ. സുമതിക്കുട്ടിയമ്മ വിവശയായി പുറത്തേക്ക് നോക്കി. ഗേറ്റിന് മുന്നിൽ ഒരു ജീപ്പ് കിടക്കുന്നത് അവർ കണ്ടു. സുമതിക്കുട്ടിയമ്മ ഭയത്തോടെ പറഞ്ഞു, രാഘവ, പോലീസുകാരാണെന്നാ തോന്നുന്നത്. സരളയെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിക്കാണും അവർക്ക്. രാഘവൻ വാതിലിനു നേരെ കുതിച്ചു. ബോൾട്ട് നീക്കി വാതിൽ തുറന്നു. പുറത്ത് അപരിചിതരായ രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ പറഞ്ഞു, ഞങ്ങൾ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാ. നിങ്ങളുടെ ഭാര്യയല്ലേ സരള? രാഘവന്റെ ഹൃദയം തുടിച്ച് മനസ്സ് വിങ്ങി. ഭീതിയോടെ അയാൾ തിരക്കി, എന്തെങ്കിലും വിവരം? അപരിചിതർ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന സുമതിക്കുട്ടിയമ്മയെ നോക്കി. വേവലാതിയോടെ സുമതിക്കുട്ടിയമ്മ തിരക്കി, അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ മക്കളെ? എന്റെ കുഞ്ഞ് എവിടെയുണ്ടിപ്പോ? അപരിചിതർ അകത്ത് കടന്നു. അമ്മ വിഷമിക്കൊന്നും വേണ്ട. താമസിയാതെ തന്നെ നമുക്ക് അവരെ തിരിച്ചു കിട്ടും. ഞങ്ങള് ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ജീവനക്കാരാ. വന്നത് ഒരു പ്രത്യേക കാര്യത്തിനാ. ഒരു സ്ത്രീയുടെ ഉപേക്ഷിക്കപ്പെട്ട ചില സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വാനിറ്റി ബാഗ് ഉൾപ്പെടെ. അത് സരളയുടേതാണോ എന്നറിയണം. അയാൾ കയ്യിലിരുന്ന ബാഗ് ഉയർത്തിക്കാട്ടി. രാഘവൻ ഭീതിയോടെ ബാഗിലേക്ക് നോക്കി. എന്റെ മോളെ! സുമതിക്കുട്ടിയമ്മ നിലവിളിച്ചു. അപരിചിതർ ചിരിച്ചു. ഈ സാധനങ്ങളൊക്കെ സരളയുടേതെന്ന് ഇനി തീർച്ചയാക്കിയിട്ടില്ല. അതിനു മുമ്പ് ഇങ്ങനെ ബഹളം വെച്ചാലോ? അഥവാ ആണെങ്കിൽ തന്നെ ആ കുട്ടി മരിച്ചുപോയി എന്ന് അർത്ഥമാക്കാനുമില്ല. രാഘവ, നമുക്ക് നിങ്ങളുടെ മുറിയിലേക്ക് പോകാം. ബാഗ് കണ്ടപ്പോ തന്നെ അമ്മ ബഹളം കൂട്ടിയ സ്ഥിതിക്ക് അതല്ലേ ഭംഗി. രാഘവൻ തലയാട്ടി. രാഘവന്റെ പിന്നാലെ അപരിചിതർ നടന്നു നീങ്ങി. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അപരിചിതർ മുറി തുറന്ന് പുറത്തു വന്നത്. കയ്യിൽ ആ ബാഗും ഉണ്ടായിരുന്നു. സുമതിക്കുട്ടിയമ്മ അവരുടെ പിന്നാലെ എത്തി. അപരിചിതർ പുഞ്ചിരിച്ചു. പേടിക്കണ്ടമ്മേ, ഒന്നും ആ കുട്ടിയുടേതല്ല. രാഘവൻ ഞങ്ങൾക്ക് ഉറപ്പു തന്നു. എന്നിട്ട് അവനെവിടെ? മുറിയിൽ കിടന്ന് കരയുന്നുണ്ട്. എന്ത് പറഞ്ഞിട്ടും സമാധാനിക്കാൻ കൂട്ടാക്കുന്നില്ല. അമ്മ തന്നെ ചെന്ന് അയാളെ ആശ്വസിപ്പിക്കൂ. അപരിചിതർ ജീപ്പിനടുത്തെത്തി കഴിഞ്ഞിരുന്നു. ജീപ്പ് മുന്നോട്ട് കുതിക്കുന്നത് സുമതിക്കുട്ടിയമ്മ കണ്ണീരണിഞ്ഞ മുഖവുമായി നോക്കി നിന്നു. ജീപ്പ് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ രാഘവന്റെ മുറിയുടെ നേരെ നടന്നു. വാതിൽ ചാരിയിരുന്നതേ ഉള്ളൂ. സുമതിക്കുട്ടിയമ്മ അത് തള്ളി തുറന്നു. ഒരു നടുക്കം, കിടിലം കൊള്ളിക്കുന്ന നിലവിളി. മുറിയിൽ ഫാനിൽ തൂങ്ങി നിന്നാടുന്ന രാഘവൻ. സുമതിക്കുട്ടിയമ്മ പിന്നോട്ട് മറിഞ്ഞു. ചുവന്ന സീറോ ബൾബുകൾ മിന്നി മിന്നി കത്തുന്നുണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് ബീപ് ബീപ് ശബ്ദമുയർന്നു. പുരുഷൻ കൈകാലുകളിൽ കനത്ത ചങ്ങലയുമായി ടേബിളിൽ കിടന്ന് പിടച്ചു. ചുറ്റും നോക്കി അയാൾ അലറി വിളിച്ചു. വ്യക്തമല്ലാത്ത ചില ശബ്ദ കഷ്ണങ്ങൾ മാത്രമേ നാവിലൂടെ പുറത്തേക്ക് വന്നുള്ളൂ. ലൗഡ് സ്പീക്കർ ശബ്ദിച്ചു. നിന്നെ കൊല്ലണമെന്ന് കരുതിയിരുന്നില്ല ഞങ്ങൾ. പക്ഷേ നിനക്ക് മരിക്കാതിരിക്കാനാവില്ല പുരുഷ. ജോൺ സാമുവലിന്റെ മരണം എല്ലാം അവസാനിപ്പിക്കുമെന്ന് കരുതിയതായിരുന്നു. തെറ്റി. അതൊരു തുടക്കമാവുകയാണ്. അവന് പകരം വരുന്നത് പോലീസ് സേനയിലെ ക്രിമിനൽ, സൂപ്പർ ക്രിമിനലുകളുടെ പോലും പേടി സ്വപ്നം അംബരീഷ്. തെളിവുകൾ മാത്രമല്ല, ഒരു വൈക്കോൽ തുരുമ്പ് പോലും ബാക്കിയായി കൂടാ. ജോയി കുര്യക്കോസ്, രാഘവൻ, പിന്നെ നീ. ഞങ്ങളുമായി അവനെ കൂട്ടിമുട്ടിക്കാനിടയുള്ള ഒരറ്റവും ബാക്കിയായി കൂടാ. ഞങ്ങൾ അവന് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് ഒന്നും എഴുതാത്ത ഒരു വൈറ്റ് പേപ്പർ. സോറി പുരുഷ, സോറി. നീ ഞങ്ങൾക്ക് പുറം ലോകത്തേക്ക് വഴികാട്ടാനുള്ള വിളക്കായിരുന്നു.
ഇതുവരെ പ്രകാശം തന്ന വിളക്കിന് ഇനി പൊള്ളിക്കാൻ മാത്രമേ കഴിയൂ. കൂടെ നിന്നതിന് നന്ദി. പക്ഷേ ഇനി ആ നന്ദി നിനക്ക് ആവശ്യമില്ലല്ലോ. സോറി, റിയലി സോറി. സ്പോട്ട് ലൈറ്റിന്റെ വെളിച്ചത്തിൽ കത്തിമുന തിളങ്ങി. പുരുഷന്റെ നെഞ്ചിൻ കൂട് പിളർന്നു. അയാളുടെ നിലവിളിയും മുറിഞ്ഞു. കമ്മീഷണർ ജെയിംസ് വാൾട്ടറുടെ കണ്ണുകൾ ജോയി കുര്യാക്കോസിന്റെ കൺസൾട്ടിംഗ് റൂം ഇഞ്ചിഞ്ചായി അരിച്ചു പെറുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിഞ്ഞില്ല. മുറിയിൽ ഒരു പിടിവലി നടന്ന ലക്ഷണവുമില്ല. ബാഹ്യമായി മുറിവുകളുമില്ല. കൺസൾട്ടിംഗ് റൂമിന് പുറത്ത് പേഷ്യൻസ് ധാരാളമുണ്ടായിരുന്നു. വാതിലിനടുത്ത് ഒരു സിസ്റ്ററും. ഡോക്ടറെ മേശപ്പുറത്ത് മുഖം ചായ്ച്ച നിലയിൽ കണ്ടത് ആ സിസ്റ്ററാണ്. 2 മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അകത്തു പോയതായി സിസ്റ്റർ ഓർക്കുന്നുണ്ട്. 20 മിനിറ്റോളം അവർ മുറിയിലുണ്ടായിരുന്നു. ഡോക്ടറുടെ കൈത്തണ്ടയിൽ വെയിനിലുള്ള ഒരു മുറിവാണ് അവശേഷിച്ചിട്ടുള്ള ഏക തെളിവ്. അക്രമികൾ പോയിസൺ ഇഞ്ചക്ട് ചെയ്തിരിക്കണം. പക്ഷേ ആരും അറിയാതെ, ഒരു ശബ്ദവും കേൾപ്പിക്കാതെ അവർക്ക് എങ്ങനെ അതിന് കഴിഞ്ഞു? ജെയിംസ് വാൾട്ടർ അത്ഭുതത്തോടെ ഓർത്തു. ഡോക്ടർ ചെറുത്തു നിന്ന ലക്ഷണവുമില്ല. പുറത്ത് പേഷ്യൻസും സിസ്റ്ററും ഉണ്ടായിരുന്നിട്ടും ജോയി കുര്യാക്കോസ് എന്തേ ബെല്ലിൽ പോലും കൈ അമർത്താതിരുന്നത്? പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ എന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂ. ഡോക്ടറെ കാണാമെന്ന റെപ്പുകൾ തന്നെയാണോ അദ്ദേഹത്തെ വകവരുത്തിയത്? അവരെ ഡോക്ടർ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നോ? അഴിക്കും തോറും മുറുകി വരുന്ന കുരുക്കുകൾ. മുന്നിൽ നിറഞ്ഞു നിന്നിരുന്ന കരുത്തിന്റെ പര്യായമായ അംബരീഷിനെ ശേഖരപിള്ള കണ്ണിമയ്ക്കാതെ നോക്കി. അംബരീഷ്, സർ, എനിക്ക് എന്റെ മകളെ വേണം. അവളെ തിരിച്ചു തരാൻ നിനക്കല്ലാതെ ഈ ലോകത്തിൽ മറ്റാർക്കുമാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പറയൂ, പറയൂ അംബരീഷ്, തിരിച്ചു തരാമെന്ന് പറയൂ. അംബരീഷ് അത്ഭുതത്തോടെ പറഞ്ഞു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ സർ. സാറിന്റെ മകൾക്ക് എന്തുപറ്റി? ആ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? ശേഖരപിള്ളയുടെ കണ്ണുകൾ തുളുമ്പി. അതറിയാനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. തെളിച്ചു പറയൂ സർ, ഞാൻ എവിടെയാണ് മേഘയെ തിരയേണ്ടത്? ശേഖരപിള്ള ഒരു നിമിഷം നിശബ്ദനായി. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഇരിക്കുക അംബരീഷ്. താങ്ക് യു സർ. ഞാൻ പറയുന്ന ഒരു കാര്യവും റെക്കോർഡിൽ ഉണ്ടാവരുത്. ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യരുത്. നിന്നെ എനിക്ക് വേണ്ടത് DYSP അംബരീഷായിട്ടല്ല, വെറും അംബരീഷായിട്ട്. ഡു യു ഫോളോ മീ? അംബരീഷ് ഒന്നും മിണ്ടിയില്ല. ശേഖരപിള്ള തുടർന്നു. ഒരു ആഭ്യന്തരമന്ത്രിക്ക് നഷ്ടപ്പെട്ട മകളെ കണ്ടുപിടിക്കാൻ വേണമെങ്കിൽ ഈ നാട്ടിലെ പോലീസ് ഫോഴ്സ് മുഴുവൻ ഉപയോഗിക്കാം. കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ അവിടെ നിന്നും വേണ്ട സഹായം എത്തും. പക്ഷെ അംബരീഷ്, അതെല്ലാം ഒരർത്ഥത്തിൽ എന്റെ കഴുത്തിന് നേരെ നീണ്ടുവരുന്ന കുരുക്കുകളാണ്. ശേഖരപിള്ള ജുബയുടെ പോക്കറ്റിൽ നിന്നും ഒരു കവർ പുറത്തെടുത്ത് അംബരീഷിന് നീട്ടി. അംബരീഷ് അത് വാങ്ങി. ശേഖരപിള്ള പറഞ്ഞു, തുറക്കൂ. അംബരീഷ് കവറിനുള്ളിൽ നിന്നും മടക്കി ഒരു കടലാസ് പുറത്തെടുത്ത് നിവർത്തി. നീല നിറമുള്ള ഒരു സിംഹത്തിന്റെ ചിത്രമല്ലാതെ കടലാസിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അംബരീഷ് കടലാസ് തിരിച്ചു മറിച്ചു നോക്കി. അയാൾക്കൊന്നും മനസ്സിലായില്ല. ശേഖരപിള്ള പേപ്പർ വെയിറ്റിനടിയിൽ നിന്ന് ഒരടുക്ക് കവറുകൾ കൂടി വലിച്ചെടുത്തു അംബരീഷിന് നീട്ടി. കവറുകൾക്കുള്ളിൽ 4 ആക്കി മടക്കിയ കടലാസും കടലാസിൽ നീല നിറത്തിലുള്ള സിംഹത്തിന്റെ ചിത്രവും. അംബരീഷ് കടലാസുകളിലേക്കും ശേഖരപിള്ളയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. ആരോടൊന്നില്ലാതെ ശേഖരപിള്ള പറഞ്ഞു, മേഘ പോയതിനു ശേഷം എനിക്ക് കിട്ടിയ വിചിത്രമായ കവറുകളാണിത്. ഒന്നും എഴുതാത്ത നീല നിറമുള്ള സിംഹത്തിന്റെ ചിത്രം മാത്രമുള്ള കടലാസുകൾ. അംബരീഷ് ചോദിച്ചു, ഈ കവറും മേഘയുടെ തിരോധാനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്ന് അങ്ങ് ഇനിയും പറഞ്ഞിട്ടില്ല. നീല നിറത്തിലുള്ള സിംഹത്തിന്റെ പടം വരച്ച കുറെ കടലാസുകൾ കിട്ടിയെന്ന് കരുതി സാർ എന്തിനാണ് ഇത്രയേറെ അപ്സെറ്റ് ആവുന്നത്? അത് ആരുടെയെങ്കിലും തമാശയായിക്കൂടി? ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്, എന്റെ മകളുടെ ശബ്ദം കേൾക്കുന്നത് വരെ. അംബരീഷ് പിടഞ്ഞുയർന്നു. മേഘയുടെ ശബ്ദം? ശേഖരപിള്ള വിവശനായി പറഞ്ഞു. അതേ കുട്ടി, ഇന്നലെ രാത്രി എന്നെ വിളിച്ചു ഫോണിൽ. എന്റെ മോള് കരയുകയായിരുന്നു. കരച്ചിലിനിടയിലൂടെ അവൾ പറഞ്ഞു, ഡാഡി, ഇവരെന്നെ കൊല്ലുമെന്ന്. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അവർക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. മേഘ ഉത്തരമായി ഒരേ ഒരു പേര് മാത്രമേ പറഞ്ഞുള്ളൂ, ബ്ലൂ ലയൺ. അംബരീഷ് പെറുപെറുത്തു. ബ്ലൂ ലയൺ? നീലസിംഹം? ശേഖരപിള്ളയുടെ വാക്കുകൾ ഇടറി. എന്റെ മേഘ അപകടത്തിലാണ്. അവളെ രക്ഷിക്കണം. എന്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു തരണം. നിനക്കതിന് കഴിയും അംബരീഷ്. അല്ല, നിനക്കേ കഴിയൂ. പറയൂ, എന്നെ സഹായിക്കില്ലേ?
അംബരീഷ് മെല്ലെ എഴുന്നേറ്റു. ഞാൻ എന്തു വേണമെന്ന് സാർ ഇനിയും പറഞ്ഞിട്ടില്ല. ശേഖരപിള്ള മെല്ലെ പറഞ്ഞു. എന്റെ മോളെ രക്ഷിക്കാൻ നീ കൂടെ നിൽക്കണം. അവർ ചോദിക്കുന്ന പണം കൊടുത്ത് മേഘയെ തിരിച്ചു കൊണ്ടുപോരാൻ നീയാണ് പോകേണ്ടത്. ആരും അറിയാതെ, പ്രത്യേകിച്ച് പോലീസ് അറിയാതെ. അംബരീഷ് കൈകൾ കൂട്ടിത്തിരുമി. അങ്ങ് എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. ഈ യൂണിഫോമിന്റെ പരിശുദ്ധി ഒരു കൂട്ടം ക്രിമിനലുകൾക്ക് അടിയറ വയ്ക്കാൻ നിർബന്ധിക്കുകയാണ്. പണം കൊടുത്ത് മകളെ തിരിച്ചു വാങ്ങാൻ ഡിവൈഎസ്പി അംബരീഷിന്റെ ആവശ്യമില്ലല്ലോ സർ. എന്നെ വെറുതെ വിട്ടേക്കൂ. ശേഖരപിള്ള കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അംബരീഷിന്റെ തൊട്ടുമുന്നിലെത്തി. മകൾ നഷ്ടപ്പെട്ട ഒരച്ഛന്റെ ദുഃഖം നിനക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. പക്ഷേ നിനക്കത് ഇനിയും മനസ്സിലായിട്ടില്ലല്ലോ അംബരീഷ്. അംബരീഷിന്റെ ശബ്ദമുയർന്നു. ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുകയാണ്. ഒരു കൂട്ടം ക്രിമിനലുകൾക്ക് വമ്പിച്ച റാൻസം നൽകാൻ ഒരുങ്ങുകയാണ്. അതും സ്വന്തം മകൾക്ക് വേണ്ടി. ആ ക്രിമിനലുകൾ നാളെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത് ഒരുപക്ഷെ CMന്റെ മകളെ ആയിരിക്കും. അദ്ദേഹവും അക്രമികൾ ആവശ്യപ്പെട്ട പണം നൽകി മകളെ തിരിച്ചെടുക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ പോലെയുള്ളവർ ഈ യൂണിഫോം ഇട്ട് നടക്കുന്നതിൽ എന്തർത്ഥമാണ് സർ ഉള്ളത്? അംബരീഷിന്റെ മുഖം വലിഞ്ഞു മുറുകി. ദൃഢമായ ശബ്ദത്തിൽ അയാൾ ചോദിച്ചു. എനിക്കിപ്പോൾ അറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം. അങ്ങേക്ക് എന്റെ കഴിവിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ ഈ കേസുമായി മുന്നോട്ടു പോകാൻ എന്നെ അനുവദിക്കണം. പക്ഷെ മേഘ... അംബരീഷ് ശേഖരപിള്ളയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. അവളുടെ ജീവൻ കൊണ്ടാണ് ഞാൻ കളിക്കാൻ പോകുന്നത്. അംബരീഷ്! ഹൃദയം തകർന്ന് ശേഖരപിള്ള വിളിച്ചു. എക്സ്ക്യൂസ് മീ സർ, എനിക്ക് ആദ്യം വേണ്ടത് മേഘയല്ല, ബ്ലൂ ലയണിനെ. അംബരീഷിന്റെ ശബ്ദത്തിന് തീ പിടിച്ചിരുന്നു. ശേഖരപിള്ള നടുങ്ങി തെറിച്ചുപോയി. നമുക്ക് ബ്ലൂ ലയണിന് വേണ്ട അംബരീഷ്, മേഘയെ മാത്രം മതി. ശേഖരപിള്ളയുടെ ശബ്ദമിടറി. അംബരീഷ് ഒരു നിമിഷം നിശബ്ദനായി നിന്നു. പിന്നെ മെല്ലെ പറഞ്ഞു. മേഘയുടെ മുറി എനിക്ക് കാട്ടിത്തരൂ സർ. ശേഖരപിള്ള അംബരീഷിനെ തറച്ചു നോക്കി. അയാളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അപ്പോഴും ശേഖരപിള്ളയ്ക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു, വരൂ. അയാൾ മേഘയുടെ മുറിയുടെ നേരെ നടന്നു. അംബരീഷും മേഘയുടെ മുറിയുടെ മുന്നിലെത്തി. ശേഖരപിള്ള നിന്നു. അംബരീഷിനെ നോക്കി അയാൾ പറഞ്ഞു, ഇതാണ് അവളുടെ മുറി. താങ്ക് യു സർ. അംബരീഷ് വാതിൽ തള്ളി തുറന്നു. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച ശേഖരപിള്ളയെ നോക്കി അംബരീഷ് പറഞ്ഞു, അങ്ങയ്ക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ സർ, മുറിയിൽ പോയി വിശ്രമിച്ചോളൂ. ശേഖരപിള്ള അംബരീഷിനെ നോക്കി. ഇവിടെ എന്റെ സാന്നിധ്യം നിനക്ക് ആവശ്യമില്ലെന്ന് മനസ്സിലായി. ക്യാരി ഓൺ. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളൂ. അംബരീഷ് പുഞ്ചിരിച്ചു. ശേഖരപിള്ള തിരിഞ്ഞ് പ്രൈവറ്റ് റൂമിലേക്ക് നടന്നു. ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് അംബരീഷ് മേഘയുടെ മുറിക്കുള്ളിലേക്ക് കടന്നു. ഒരു യുവതിയുടെ മുറിയിൽ കാണേണ്ട അലങ്കാര വസ്തുക്കൾ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് അംബരീഷ് കൗതുകത്തോടെ ഓർത്തു. ഡ്രസ്സിംഗ് ടേബിളിൽ ആകെയുള്ളത് ഒരു ചീപ്പും വലിയൊരു പൗഡർ ടിന്നും. അപ്പോൾ ശേഖരപിള്ള പറഞ്ഞത് സത്യമാവണം. മേഘ അടക്കവും ഒതുക്കവുമുള്ള പെൺകുട്ടി തന്നെ. മേശയ്ക്കടിയിലുള്ള വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അംബരീഷിന്റെ കണ്ണുകൾ നീങ്ങി. അയാൾ മെല്ലെ നടന്നു ചെന്നു. ബാസ്ക്കറ്റിൽ ചുരുട്ടിക്കൂട്ടിയ 2-3 കടലാസുകൾ ഉണ്ടായിരുന്നു. അലസമായി അയാൾ ഒരു കടലാസ് വലിച്ചെടുത്ത് നിവർത്തി. അതിലെഴുതിയിരുന്നു, എല്ലാം പറഞ്ഞതുപോലെ 5 മണിക്ക് അരിസ്റ്റോ ജംഗ്ഷനിൽ ഞാനുണ്ടാവും. വരാതിരിക്കരുത്. ആരും അറിയണ്ട. MD. അംബരീഷിന്റെ മനസ്സിൽ ഒരു കരടുടക്കി. MD? ഓട്ടോ നിന്നു. അംബരീഷ് ഗേറ്റിലെ നെയിം ബോർഡിലേക്ക് നോക്കി. പ്രൊഫസർ ചന്ദ്രശേഖരന്റെ മകൾ വിനോദിനിയാണ് മേഘയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. MDയെ പറ്റി എന്തെങ്കിലും ഒരു സൂചന തരാൻ വിനോദിനിക്ക് ആവുമോ? അറിയണം. അംബരീഷ് ഓട്ടോയിൽ നിന്നിറങ്ങി ഡ്രൈവറോടായി അയാൾ പറഞ്ഞു, ഒരു 10 മിനിറ്റ്. താമസിക്കരുത് സർ, നല്ല ഓട്ടം കിട്ടുന്ന സമയമാ. ഡ്രൈവറെ നോക്കി അംബരീഷ് ചിരിച്ചു. ഇല്ല, വൈകില്ല. അയാൾ ഗേറ്റ് തള്ളി തുറന്നപ്പോൾ കൂട്ടിലുള്ള അൽസേഷ്യൻ ഉറക്കെ കുരച്ചു. അകത്തുനിന്ന് ഘനഗംഭീരമായ ഒരു ശബ്ദം കേട്ടു. ആരാ? അംബരീഷ് വരാന്തയിലെത്തി. വാതിൽ തുറന്ന് ഒരു മധ്യവയസ്കൻ പുറത്തു വന്നു. അംബരീഷ് മെല്ലെ തിരക്കി. പ്രൊഫസർ ചന്ദ്രശേഖരനല്ലേ? അതെ. മേഘയുടെ കസിൻ ബ്രദറാണ് ഞാൻ. അംബരീഷ്, എനിക്ക് വിനോദിനിയെ ഒന്ന് കാണണം. പ്രൊഫസർ അകത്തേക്ക് നോക്കി വിളിച്ചു. മോളെ. മാക്സി ഇട്ട സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തു വന്നു. അംബരീഷ് പുഞ്ചിരിച്ചു. മേഘയുടെ കസിൻ ബ്രദറാണ് ഞാൻ. അംബരീഷ്. ഹലോ. വിനോദിനി ചിരിച്ചു. അകത്തേക്ക് വരൂ. താങ്ക്സ്. അംബരീഷ് അകത്തു കടന്നു. വിനോദിനി പറഞ്ഞു, ഇരിക്കൂ.
അംബരീഷ് സോഫയിലിരുന്നു. പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, മേഘ ഒരിക്കലും ഇങ്ങനെ ഒരു കസിൻ ബ്രദറുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് കാലം പുറത്തായിരുന്നു, സ്റ്റേറ്റ്സിൽ. അതുകൊണ്ട് പറയാൻ മറന്നുപോയതായിരിക്കും. മേഘ വിനോദിനെ കുറിച്ച് പറയാറുണ്ട്, എഴുതാറുമുണ്ട്. ഇത്രയധികം പറയാൻ പാകത്തിൽ ഈ വിനോദിനി ആരാണെന്ന് അറിയണം. ചുരുക്കി പറഞ്ഞ അതിനുവേണ്ടി മാത്രമാണ് ഈ വിസിറ്റ്. വിനോദിനി ചിരിച്ചു. എനിക്കിതൊരു കോംപ്ലിമെന്റ് ആണല്ലോ. താങ്ക്സ്. ആട്ടെ, കുടിക്കാൻ ചായയോ കാപ്പിയോ? എന്തായാലും വിരോധമില്ല. ആസ് യു ലൈക്ക് ഇറ്റ്. വിനോദിനി മെല്ലെ തിരിഞ്ഞു. ഓർക്കപ്പുറത്ത് അംബരീഷ് ചൂണ്ടയെറിഞ്ഞു. ആട്ടെ, മേഘയുടെ MD എങ്ങനെയിരിക്കുന്നു? വിനോദിനി വെട്ടിത്തിരിഞ്ഞു. MDയോ? ഏത് MD? അല്ല, MDയെ പറ്റി അവൾ നിങ്ങളോട്? ഐ എം സോറി, എനിക്കറിയാവുന്നത് പോലെ എല്ലാം വിനോദിനിക്കും അറിയാമെന്ന് കരുതി. വിനോദിനിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ മനഃപൂർവ്വം ശബ്ദം താഴ്ത്തി അംബരീഷ് ചോദിച്ചു. MDയെ പറ്റി അവൾ ഒന്നും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഇത്രയ്ക്കും ക്ലോസ് ആയിട്ടും? സ്ട്രേഞ്ച്. വിനോദിനി അംബരീഷിന്റെ മുഖത്ത് നിന്നും നോട്ടം തെറ്റിച്ചില്ല. MD? യു മീൻ ബോയ് ഫ്രണ്ട്? ആ നിമിഷം അംബരീഷ് അറിഞ്ഞു, MDയെ പറ്റി വിനോദിനിക്ക് ഒന്നും അറിയില്ല. അംബരീഷ് അവസാനമായി ചൂണ്ടയിൽ ഒരിര കൂടി കൊരുത്തു. പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട, ഞാനായിട്ട് സസ്പെൻസ് ബ്രേക്ക് ചെയ്യുന്നില്ല. ചിലപ്പോ വളരെ അടുത്ത കൂട്ടുകാരികളോട് മാത്രമേ അവൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവൂ. സാരമില്ല, ഫോർഗെറ്റ് ഇറ്റ്. നമുക്ക് മറ്റെന്തെങ്കിലും പറയാം. ഒരു കാര്യം കൂടി, ഞാൻ ഇങ്ങനെ ചോദിച്ചുവെന്ന് ഒരു കുഞ്ഞു പോലും അറിയരുത്, പ്രത്യേകിച്ച് മേഘ. വിനോദിനി അത്ഭുതത്തോടെ പറഞ്ഞു. ഞാൻ അറിയാത്ത ഒരു രഹസ്യവും മേഘ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല. പക്ഷേ ഈ MD? വിനോദിനി ഫോണിനടുത്തേക്ക് നീങ്ങി. കള്ളി, ആരാണ് MD എന്ന് ഇപ്പൊ തന്നെ ചോദിച്ചറിയുന്നുണ്ട് ഞാൻ. അംബരീഷ് മുന്നിലെത്തി വിനോദിനിയുടെ വഴി മറച്ചു. ചതിക്കരുത്, പിന്നെ എനിക്ക് സ്റ്റേറ്റ്സിലേക്ക് മേഘയുടെ ഒരു കത്ത് പോലും കിട്ടില്ല. അല്ല, എന്റെ ചായയുടെ കാര്യം? വിനോദിനി ചിരിച്ചുപോയി. ഐ എം സോറി, ഇപ്പൊ കൊണ്ടുവരാം. വിനോദിനി അകത്തേക്ക് നടന്നു. അംബരീഷ് വാച്ചിൽ നോക്കി. പുറത്ത് ഓട്ടോയുടെ ഹോൺ ശബ്ദിച്ചു. അംബരീഷിന് ആശ്വാസമായി. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അധികം താമസിക്കല്ലേ, താമസിച്ച ഓട്ടോക്കാരൻ എന്റെ കഴുത്തറക്കും. വിനോദിനി ചായയുമായി വന്നു. അംബരീഷ് കപ്പ് വാങ്ങി ചായ വേഗം കുടിച്ചു. കപ്പ് തിരിച്ചു കൊടുത്ത അയാൾ പറഞ്ഞു, പോട്ടെ, തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണാം. അംബരീഷ് തിടുക്കത്തിൽ പുറത്തേക്ക് നടന്നു. ഓട്ടോയിൽ ഇരിക്കുമ്പോൾ അയാളുടെ മനസ്സ് പിടച്ചു. ഇനി കാണേണ്ടത് മിനിയെ, മേഘയുടെ ക്ലാസ്മേറ്റ്, കോൺട്രാക്ടർ സുരേന്ദ്രക്കുറുപ്പിന്റെ മകൾ. അവളും MD അറിയില്ല എന്ന് തന്നെയാണോ പറയുന്നത്? വലിയ ഒരു ഇരുനില കെട്ടിടത്തിന് മുന്നിൽ ഓട്ടോ നിന്നു. അംബരീഷ് പുറത്തിറങ്ങി. ഡ്രൈവർ മുഖം കറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് പറ്റില്ല സാറേ, എന്നെ വിട്ടേക്ക്. അംബരീഷ് പോക്കറ്റിൽ നിന്നും 100-ന്റെ ഒരു നോട്ടെടുത്ത് ഡ്രൈവർക്ക് നീട്ടി. ഒരുപാട് ഓട്ടമുണ്ട്, ഇതാ അഡ്വാൻസ്. ഡ്രൈവറുടെ മുഖം തെളിഞ്ഞു. അയാൾ രൂപ വാങ്ങി. അംബരീഷ് ഗേറ്റ് തുറന്ന് അകത്ത് കടന്നു. ഇവളോട് എന്ത് നുണയാണ് പറയേണ്ടത്? ബെല്ലിൽ കൈ അമർത്തേണ്ടി വന്നില്ല. അതിനു മുമ്പ് സാരി ഉടുത്ത യുവതി പുറത്തു വന്നു. ഹൃദ്യമായ ചിരിയോടെ അംബരീഷ് തിരക്കി, മിനിയല്ലേ? മിനി അംബരീഷിനെ തുറച്ചു നോക്കി. ആരാ, മനസ്സിലായില്ല? ഞാൻ അംബരീഷ്, മേഘയുടെ ഫ്രണ്ടാ. MD പറഞ്ഞിട്ട് വന്നതാ. MDയോ? ഏത് MD? MD അറിയില്ലേ, മേഘയുടെ? മിനി അംബരീഷിന്റെ മുഖത്തു നിന്നും കണ്ണെടുത്തില്ല. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ MDയുടെ അറിയില്ലേ? മിനിയുടെ മുഖം വലിഞ്ഞു മുറുകി. ഓ, നിങ്ങൾ മഹാദേവന്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അംബരീഷ് വെറുതെ ചിരിച്ചു. അയാൾക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ? ഹേ മിസ്റ്റർ, അയാളുടെ ദൂതുമായിട്ടാണ് നിങ്ങൾ വന്നതെങ്കിൽ ഐ എം സോറി, ഇവിടെ നിൽക്കണമെന്നില്ല. പ്ലീസ് ക്ലിയർ ഔട്ട്. പക്ഷെ മിനി, ഞാൻ നോ, എനിക്കൊന്നും കേൾക്കണ്ട. മേഘ അത്തരക്കാരിയല്ല. ഇനി അവളോട് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞ നിങ്ങൾക്ക് അയാളെ കാണാൻ കിട്ടുന്നത് സെൻട്രൽ ജയിലിൽ വെച്ച്. അതിന് തക്കവണ്ണം അയാൾ ഒന്നും ചെയ്തില്ല അല്ലേ? കഞ്ചാവ് അടിച്ച് കിറങ്ങി നടക്കുന്ന ഒരാഭാസനെ മേഘ പ്രേമിക്കണമല്ലേ? ശേഖരപിള്ള സാറങ്ങാൻ ഈ വിവരം പറഞ്ഞാൽ അയാളെ... മിനി പല്ലുകൾ ഞെരിച്ചു. അംബരീഷ് അപ്പോഴും വെറുതെ ചിരിച്ചു. അരിസ്റ്റോ ലോഡ്ജ് ഇവിടെ നിന്നും വളരെ അകലെയൊന്നുമല്ല. അവിടെ നിന്ന് അയാളെ തൂക്കിയെടുക്കാൻ പോലീസിന് വിഷമമൊന്നും ഉണ്ടാവില്ല. പറയുന്നത് മേഘയല്ലെന്ന് കരുതി സമാധാനിക്കുകയൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഞാൻ ശേഖരൻ അങ്കിളിനെ വിളിക്കും. അംബരീഷ് ഭയം അഭിനയിച്ചു. അയ്യോ, അതൊന്നും വേണ്ട. ഞാൻ അവനോട് ഒന്ന് പറഞ്ഞു നോക്കാം, തീ കൊണ്ട് കളിക്കരുതെന്ന്.
അത് തന്നെയാ നല്ലത്. യു മേ ഗോ. പുറത്തേക്ക് തിടുക്കപ്പെട്ട് നടക്കുമ്പോൾ അംബരീഷിന്റെ മനസ്സിൽ ഒരേ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, മഹാദേവൻ. ഓട്ടോ അരിസ്റ്റോ ലോഡ്ജിന് മുന്നിൽ നിന്നു. അംബരീഷ് ചാടിയിറങ്ങി കൗണ്ടറിന് നേരെ കുതിച്ചു. കൗണ്ടറിന് പിന്നിലിരിക്കുന്ന ആൾ മുഖമുയർത്തി. എന്തു വേണം? റൂമിനാണെങ്കിൽ സോറി, ഒന്നും ഒഴിവില്ല. റൂമിനല്ല, എനിക്ക് മഹാദേവനെ കാണണം. ഏത് മഹാദേവൻ? സാക്ഷാൽ കൈലാസത്തിലെ മഹാദേവൻ അല്ല, ഇവിടെ താമസിക്കുന്ന കഴുകരുടെ മോൻ മഹാദേവൻ. ഏത് റൂമിലായാൽ? കൗണ്ടറിന് പിന്നിലിരുന്ന ആൾ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. ആര് വന്നെന്നാ പറയണ്ടേ? പോലീസ്. അയാൾ ഞെട്ടിത്തെറിച്ചു. അംബരീഷ് ഗർജിച്ചു. ഏത് റൂമിലാണോ മഹാദേവൻ? 112. അംബരീഷ് അയാളെ തുറച്ചു നോക്കി. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നെന്ന് ആരോടെങ്കിലും പറഞ്ഞ അടിച്ചു നിന്റെ കാരണം പോകിക്കും. മനസ്സിലായോടാ കഴുതേ? യെസ് സർ. എന്നാൽ മര്യാദയ്ക്ക് അവിടെ തന്നെ ഇരിക്കെ, ഞാൻ തിരിച്ചു വരുന്നത് വരെ. യെസ് സർ. 112ാമത്തെ മുറി അകത്ത് നിന്ന് അടച്ച് തഴുതിട്ടിരുന്നു. അംബരീഷ് വാതിലിൽ ഉറക്കെ തട്ടി. കുറച്ചു നേരത്തേക്ക് അകത്തു നിന്ന് അനക്കമൊന്നും കേട്ടില്ല. അംബരീഷ് തുടരെ മുട്ടിക്കൊണ്ടിരുന്നു. പൊടുന്നനെ അകത്തു നിന്നും ഒരലർച്ച കേട്ടു. ഏത് നായിന്റെ മോനാ പുറത്ത്? നിന്റെ അമ്മയുടെ തുറക്കണ വാതിൽ. അകത്ത് തെല്ലു നേരത്തേക്ക് നിശബ്ദത വന്നു. പിന്നെ ബോൾട്ട് നീക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് താടി നീട്ടി വളർത്തിയ ഒരു മുഖം പുറത്തേക്ക് വന്നു. കഞ്ചാവിന്റെ അസഹ്യമായ നാറ്റം അംബരീഷ് അറിഞ്ഞു. ആരാ? കവിളടച്ചുള്ള ഒരടിയായിരുന്നു ഉത്തരം. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി മഹാദേവനെ ഒട്ടൊന്നുമല്ല പകപ്പിച്ചത്. അയാൾ കണ്ണുകൾ പലവട്ടം ചിമ്മി തുറന്നു. മുന്നിൽ നിന്നിരുന്നയാളെ ഒരിക്കൽ പോലും എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് അയാൾ ഭീതിയോടെ ഓർമ്മിച്ചു. മഹാദേവന്റെ മുഖത്ത് നോക്കി നിൽക്കുമ്പോൾ ആദ്യം കൊടുത്ത കടുത്ത ഡോസ് നാവിന്റെ കെട്ടുകളെല്ലാം അഴിക്കുമെന്ന് അംബരീഷ് അറിഞ്ഞു. അയാൾ അകത്ത് കടന്ന് വാതിലടച്ച് തഴുതിട്ടു. കവിളിൽ മെല്ലെ കൈ അമർത്തി താഴ്ന്ന ശബ്ദത്തിൽ മഹാദേവൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അംബരീഷിന്റെ ശബ്ദമുയർന്നു. എനിക്ക് MD വേണം. അവൻ എവിടെ ഉണ്ടെന്ന് അറിയണം. മഹാദേവൻ ഭീതിയോടെ ഒരടി പിന്നോട്ട് വെച്ചു. സാർ ആരാണെന്ന് മനസ്സിലായില്ല. എന്തിനാണ് MD തേടുന്നത്? അംബരീഷിന്റെ മുഖം തെളിഞ്ഞു. അപ്പോ നിനക്ക് MD അറിയാം. നന്നായി. പറയേ, ഇപ്പോൾ എവിടെയുണ്ട് ആ നായിന്റെ മോൻ? മഹാദേവൻ അംബരീഷിന്റെ മുഖത്തു നിന്നും നോട്ടം തെറ്റിച്ചു. പിന്നെ ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു, സർ ശേഖരപിള്ള സാറിന്റെ? അംബരീഷ് ജ്വലിച്ചു. സത്യം തുറന്നു പറയാൻ നിനക്ക് എന്റെ ഊരും പേരും നാളും നക്ഷത്രവും എല്ലാം അറിയണമല്ലേടാ കോഴുകാരുടെ മോനെ? മേഘ ഇപ്പോൾ എവിടെയുണ്ട് സർ? മഹാദേവന്റെ ശബ്ദം നേർത്തിരുന്നു. ഒറ്റ കുതിക്ക് അംബരീഷ് മഹാദേവന്റെ ഷർട്ടിൽ പിടിച്ചുലച്ചു. അതറിയാനാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവളെ എനിക്ക് കാട്ടിത്തരേണ്ടത് നിന്റെ MD. അവൾ അപ്പോൾ MDയോടൊത്ത്? മഹാദേവന്റെ ശബ്ദം വരച്ചു. നിന്റെ മറ്റേടത്തൊരു MD. അവന്റെ മുഴുവൻ പേരും പറയടാ. ആരാ ഈ MD? മുരളീധരൻ. അവനും മേഘയും തമ്മിൽ? സാറ് വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. എന്റെ മനസ്സ് വായിക്കാൻ നീ ആരാ, സൈക്യാട്രിസ്റ്റോ? അതല്ല സർ, മുരളി മേഘയെ ഒരിക്കലും പ്രേമിച്ചിട്ടില്ല. അംബരീഷ് പല്ലുകൾ ഞെരിച്ചു. നോട പറഞ്ഞ ഞാൻ നിന്നെ ഇവിടെ ഇട്ട് കൊല്ലും. പരസ്പരം സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവൻ വിളിക്കുമ്പോ അവൾ എന്തിനാ കുറ്റിയും പറിച്ച് ഓടിപ്പോരുന്നത്? അതെനിക്ക് അറിയില്ല സർ. ഒളിച്ചു കളിക്കരുത്. നിന്നേക്കാ കേമന്മാരായ കഴിവരുടെ മോന്മാരുടെ വിഷപ്പല്ല് പറിച്ചവനാ ഞാൻ. സത്യം അറിയുന്നത് വരെ നിന്നെ ഇവിടെ ഇട്ട് നിർത്തി പൊരിക്കും ഞാൻ. ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല. ശവം പോലും ആർക്കും കണി കാണാൻ കൊടുക്കില്ല. മഹാദേവൻ മെല്ലെ പറഞ്ഞു. ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രി പിന്നിലുണ്ടെന്ന ധൈര്യമാണ് സാറിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിക്കുന്നതെന്ന് എനിക്കറിയാം. കഴിയുമെങ്കിൽ സാർ വിശ്വസിക്കണം. അവൻ അവളെ സ്നേഹിച്ചിട്ടില്ല. പിന്നെ നീയാണോ അവളെ സ്നേഹിച്ചിരുന്നത്? മഹാദേവൻ തലകുനിച്ചു. അതെ. അംബരീഷ് പൊട്ടിച്ചിരിച്ചു. മഹാദേവന്റെ ശബ്ദമിടറി. ഒരിക്കലും കിട്ടില്ലെന്ന് അറിഞ്ഞിട്ടും ആശിച്ചുപോയി. സ്റ്റേറ്റ് കാറ്, വയലറ്റ് ഹൗസ്, ബാങ്ക് ബാലൻസ്, പിന്നെ മന്ത്രിയുടെ മരുമോൻ എന്ന ലേബലും. ആശ കൊള്ളാം. കാൽ കാശിന് വിലയില്ലാത്ത, കണ്ട വർക്കത്തില്ലാത്ത കഞ്ചാവും ചരസും അടിച്ച് നടക്കുന്ന നിനക്ക് പ്രേമിക്കാൻ ഈ നാട്ടിലെ ഹോം മിനിസ്റ്ററുടെ മകൾ തന്നെ വേണം അല്ലേടാ? മഹാദേവന്റെ ശബ്ദം നേർത്തു. മേഘയ്ക്ക് എന്തു പറ്റിയെന്ന് സാർ ഇനിയും പറഞ്ഞിട്ടില്ല. പറയാം, പക്ഷേ അതിനു മുമ്പ് മുരളീധരൻ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. മുരളി ഈ ലോഡ്ജിൽ തന്നെയായിരുന്നു താമസം ഇന്നലെ വരെ.
ഇന്നലെ വരെ? അംബരീഷിന്റെ ശബ്ദമുയർന്നു. അതെ സർ, റൂം നമ്പർ 102. ഇന്നലെ അവൻ മുറി ഒഴിഞ്ഞു. എന്നിട്ട് എങ്ങോട്ട് പോയി? അറിയില്ല സർ, എന്നോടൊന്നും പറഞ്ഞില്ല. മേഘയെ മുരളി സ്നേഹിച്ചിട്ടില്ലെന്ന് താൻ പറഞ്ഞു. അധികം അടുപ്പമില്ലാതിരുന്നിട്ടും അതെങ്ങനെ താൻ അറിഞ്ഞു? ഒരിക്കൽ മേഘ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ? അംബരീഷ് പിടഞ്ഞുണർന്നു. അതെ സർ, മുരളിയുടെ മുറിയിൽ. എന്തിന്? അറിയില്ല, പക്ഷേ തിരിച്ചിറങ്ങി പോകുമ്പോ ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു. മുറി തുറന്ന് പുറത്തിറങ്ങി വന്ന മുരളിയുടെ ചുണ്ടിൽ ചിരിയാണ് ഉണ്ടായിരുന്നത്. താൻ മുരളിയോട് അതേപ്പറ്റി ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ അപ്പോഴവൻ പറഞ്ഞത് ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്നാണ്. പിന്നെ അവൻ ഒരു കുപ്പി പുറത്തെടുത്ത് തുറന്നു, എന്തോ ആഘോഷിക്കാൻ എന്ന പോലെ. അതെന്താണെന്ന് അറിയാൻ താൻ ശ്രമിച്ചില്ലേ? ഇല്ല സർ, മദ്യം കണ്ടപ്പോ ഞാൻ എല്ലാം മറന്നുപോയി. അംബരീഷ് ഒരു ചുവട് മുന്നോട്ട് വെച്ചു. അവനന്ന് മേഘയെ നശിപ്പിച്ചിരുന്നോ? അറിയില്ല സർ. മുറിയിൽ നിന്ന് അവളുടെ നിലവിളി കേട്ടിരുന്നോ? ഇല്ല സർ. അംബരീഷ് പല്ലുകൾ ഞെരിച്ചു. പിന്നെ അവർ രണ്ടുപേരും മുറിയിൽ മിണ്ടാതിരുന്ന് എന്ത് ചെയ്യായിരുന്നടാ കഴിവുകളുടെ മോനെ? എനിക്കറിയില്ല സർ. കഞ്ചാവ് വലിക്കാനും കള്ളടിക്കാനും അല്ലാതെ പിന്നെ നിനക്കത് മാങ്ങാത്തോലി അറിയാം? മഹാദേവൻ മിണ്ടിയില്ല. പ്രേമിക്കുന്ന കാര്യം പറയാൻ മാത്രമാണോ നീ മേഘയെ കണ്ടിരുന്നത്? അല്ല, പിന്നെ? മുരളിയുമായുള്ള അടുപ്പം വേണ്ടെന്ന് പറയാൻ, ഒറ്റയ്ക്ക് ലോഡ്ജിൽ വരുന്നത് ശരിയല്ലെന്ന് പറയാൻ. എന്നിട്ട് മേഘ അത് തെറ്റായിട്ടെടുത്തു. എനിക്ക് അവളെ കിട്ടാനുള്ള അടവായി മാത്രം കരുതി. അവൾ കണക്കിന് പൂശി വിട്ടു അല്ലേ? ഇല്ല, ഇനി മുന്നിൽ വന്ന അച്ഛനോട് പറയുമെന്ന് പറഞ്ഞു. മേഘയും മുരളിയുമായുള്ള ഈ ബന്ധം ആർക്കൊക്കെ അറിയാമായിരുന്നു? ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു, എനിക്കല്ലാതെ. അടുത്ത കൂട്ടുകാരികൾക്ക്? അറിയാൻ പാകത്തിനുള്ള ഒരു ബന്ധമായിരുന്നില്ലല്ലോ സർ അത്. അംബരീഷ് മഹാദേവനെ തറച്ചു നോക്കി. വാട്ട് ഡു യു മീൻ? അവൾ അയാളെ വല്ലാതെ ഭയപ്പെട്ടിരുന്നതായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അംബരീഷ് അത്ഭുതത്തോടെ മഹാദേവനെ നോക്കി. അത് മഹാദേവൻ എന്തോ പറയാൻ ശ്രമിച്ചു. കിടിലം കൊള്ളിക്കുന്ന ഒരു നിലവിളി പൊടുന്നനെ അയാളുടെ ശബ്ദം മുറിച്ചു. അംബരീഷ് ഓർക്കാപ്പുറത്ത് ഒന്നുലഞ്ഞു. അയാൾ ഒറ്റ കുതിക്ക് വാതിലിന്റെ ബോൾട്ട് നീക്കി പുറത്തു വന്നു. പിന്നെ കോറിഡോറിലൂടെ മുന്നോട്ടോടി. നിലവിളി കേട്ടത് റോഡിൽ നിന്നാണെന്ന് അയാൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അംബരീഷ് മെയിൻ ഗേറ്റ് തള്ളി തുറന്ന് പുറത്തെത്തി. നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ നിന്ന് ഒരു കൊച്ചരിവ് പോലെ പുറത്തേക്ക് ഒഴുകുന്ന ചോരയാണ് അയാൾ ആദ്യം കണ്ടത്. അംബരീഷ് ഓട്ടോയുടെ മുന്നിലെത്തി. ഒരു നിമിഷത്തേക്ക് അയാളുടെ നെഞ്ചിടിപ്പ് പോലും നിന്നുപോയി. ഓട്ടോയ്ക്കുള്ളിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഡ്രൈവർ. അംബരീഷ് റിവോൾവർ കയ്യിലെടുത്ത് ചുറ്റും നോക്കി. പരിസരത്തെങ്ങും ആരെയും കണ്ടില്ല. ഡ്രൈവറുടെ നെഞ്ചിൽ ഒരു കത്തി പിടിവരെ തുളഞ്ഞിറങ്ങിയിരുന്നു. അംബരീഷ് ചുറ്റും ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. നിലവിളി കേട്ട് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങിയിരുന്നു. അംബരീഷ് ലോഡ്ജിലേക്ക് കുതിച്ചു. കോറിഡോറിലൂടെ പറന്നു. മഹാദേവന്റെ മുറിയുടെ മുന്നിലെത്തി അയാൾ നിന്നു. ചാരിയിരുന്ന വാതിൽ തള്ളി തുറന്ന അംബരീഷ് ഭീതിയോടെ ഒരടി മുന്നോട്ട് വെച്ചു. മഹാദേവൻ തറയിൽ മലർന്നു കിടന്നിരുന്നു. കണ്ണുകൾ തുറിച്ച്, ശ്വാസം നിലച്ച്, ചലനമറ്റ്. മേശപ്പുറത്ത് നാലാക്കി മടക്കിയ ഒരു കടലാസ് കഷ്ണം. അംബരീഷ് കടലാസ് വലിച്ചെടുത്തു തുറന്നു. അതിൽ നീല നിറമുള്ള ഒരു സിംഹത്തിന്റെ ചിത്രമുണ്ടായിരുന്നു. അംബരീഷിന്റെ കയ്യിലിരുന്ന് കടലാസ് ഞെരിഞ്ഞു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക. നന്ദി.